ഏക്കർ കണക്കിന് സ്ഥലവും യന്ത്രസാമഗ്രികളും ജോലിക്കാരും ഉണ്ടെങ്കിലേ കൃഷി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് കരുതുന്നവർ എടവനക്കാട് താണിയത്ത് ലൈനിൽ താമസിക്കുന്ന ചെത്തിക്കുളത്ത് മനാഫിന്റെ വീട്ടുവളപ്പിലേക്കൊന്ന് വരണം. വീട്ടുവളപ്പിൽ സമൃദ്ധമായി മത്സ്യങ്ങളും വിവിധ പച്ചക്കറികളും ഉൾപ്പെടെ വിളയിച്ച് കേരളത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന അക്വാപോണിക്സ് കൃഷിരീതി പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഈ യുവാവ്. നാട്ടിൽ തിരിച്ചെത്തിയ മനാഫ് എടവനക്കാട് ഹൈസ്കൂളിനടുത്ത് ബേക്കറി നടത്തിവരികയാണ്. ഒഴിവു സമയങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിച്ചാണ് ഒരു വർഷം മുമ്പ് അക്വാപോണിക്സ് കൃഷിരീതിയിലേക്ക് മനാഫ് തിരിഞ്ഞത്. വീട്ടുവളപ്പിൽ 40 അടി നീളവും 6 അടി താഴ്ചയുമുള്ള 50,000-ലധികം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്രിമ കുളം നിർമ്മിച്ച് അതിലാണ് മത്സ്യം വളർത്തുന്നത്. കുളം കുഴിക്കാൻ മാത്രമേ ജോലിക്കാരെ നിർത്തിയിട്ടുള്ളൂ എന്ന് മനാഫ്. പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും തനിയെ ചെയ്തു തീർക്കുകയായിരുന്നു. കുളം കുഴിച്ചതിനു ശേഷം അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് 5000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചു. കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൃഷിരീതിയായ അക്വാപോണിക്സിൽ മത്സ്യത്തിനൊപ്പം ധാരാളം പച്ചക്കറിയും മനാഫിന്റെ വീട്ടുവളപ്പിൽ സമൃദ്ധമായി വളരുന്നു. പിരാനയും ഗിഫ്റ്റ് തിലാപ്പിയയുമാണ് മനാഫിന്റെ അക്വാപോണിക്സ് കൃഷിയിടത്തിൽ വളരുന്ന മത്സ്യങ്ങൾ. ഒരു 2 വർഷത്തോളമായി ഇപ്പൊ ഈ അക്വാപോണിക്സ് ഇതിലേക്ക് തിരിഞ്ഞിട്ട് ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ജൈവ രീതിയിലുള്ള കൃഷി ഇപ്പൊ എല്ലായിടത്തും കേരളത്തിൽ മൊത്തം നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് അങ്ങനെ തന്നെ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ അക്വാപോണിക്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നമുക്ക് ഈ മീനെ വളർത്തുകയും ചെയ്യാം, അതിന്റെ ആ വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ചെടികൾ വളർത്തുകയും ചെയ്യാം. അപ്പൊ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ അക്വാപോണിക്സിൽ ഈ മീന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അതിന്റെ വിസർജ്യങ്ങൾ എല്ലാം ചെടിക്ക് വളമായിട്ട് വരുന്ന രീതിയാണിത്. മീനിന്റെ വരുന്ന ഈ വിസർജ്യമായിട്ടുള്ള അമോണിയം കലർന്ന വെള്ളം ബാക്ടീരിയ പ്രവർത്തനം മൂലം അത് നൈട്രേറ്റ് ആയിട്ട് മാറ്റി ചെടികൾ ആ നൈട്രേറ്റ് വലിച്ചെടുത്ത് നല്ല രീതിയിൽ ത്വരിത രീതിയിലുള്ള ഒരു വളർച്ച ചെടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, മീൻ, ഇതൊക്കെ നമുക്ക് സ്വന്തം തന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട് ഇതിൽ. ഇപ്പൊ 2 വർഷത്തോളം ഞാനിപ്പോ ആദ്യം ഒരു ചെറിയ യൂണിറ്റ് ചെയ്ത് അങ്ങനെ അതിന്റെ ഇത് നടത്തി നോക്കി. അപ്പൊ അത് തോന്നിയത് കുഴപ്പമില്ല, നല്ല അന്ന് ഞാൻ അതിൽ നിന്ന് കിട്ടിയ മത്സ്യമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പച്ചക്കറികൾക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ തോന്നി കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ ഈ മുകളിൽ തന്നെ ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ താഴത്ത് വലിയ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് ഇപ്പൊ കുഴപ്പമില്ല, മീനൊക്കെ നല്ല വളർച്ചയുണ്ട്, പച്ചക്കറികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സംഗതികളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സീസൺ അനുസരിച്ച് നമുക്കിത് കൂടുതൽ വിളവ് വരുമ്പോൾ അതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും. പുറത്തുള്ളവർക്ക് മീൻ ഇപ്പൊ ചെറുതായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നല്ല അധികം കൊടുക്കുന്നില്ല. പച്ചക്കറികളൊക്കെ നമ്മളും പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ എക്സ്പെൻസീവ് ഇതിപ്പോ ചെയ്തു വന്നപ്പോ ഒരു 1.5 ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചെയ്തു വന്നപ്പോൾ ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ആണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വരുള്ളൂ. ഇപ്പൊ സഹായിക്കാനായിട്ട് കുട്ടികള്, ഭാര്യ സഹായിക്കുന്നുണ്ട്, പിള്ളേരെല്ലാവരും വേണ്ട രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയാണ്. ഇപ്പൊ ഇതിന്റെ ചെയ്യാനുള്ള നമ്മള് ഇല്ലെങ്കിലോ ചെയ്യാനുള്ള ഇതായിട്ട് വരുന്നുണ്ട്. എല്ലാ ദിവസവും കാലത്ത് വാപ്പച്ചിയുടെ പണിയാറുണ്ട്. അപ്പൊ ഞാനും വാപ്പച്ചിയുടെ കൂടെ പണി ചെയ്യും. വാപ്പച്ചി നന്നായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഞാനെപ്പോഴും ഇതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. മീനൊക്കെ നല്ലോണം തിന്നും. വാപ്പച്ചി നല്ലോണം കൊടുത്താലെല്ലാം ചെയ്യണത്. ഇത് എനിക്കും ചെയ്യാൻ തോന്നും വാപ്പച്ചിയുടെ പോലെ. പക്ഷേ എനിക്ക് ചിലപ്പോ പറ്റൂല. അതുകൊണ്ട് വാപ്പച്ചി ചെയ്യാൻ ചിലപ്പോ അങ്ങനെ തരാറില്ല. ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. പിന്നെ വീട്ടില് കുറെ പച്ചക്കറിയൊക്കെ കിട്ടും, വളരുണ്ട് നല്ലോണം. കോവക്കയും അച്ചിങ്ങയും പിന്നെ മത്തങ്ങയൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു.
500 മുതൽ 750 കിലോഗ്രാമോളം തൂക്കം വരുന്നവയാണ് ഓരോ മത്സ്യവും. മത്സ്യത്തിന് പുറമെ കുളത്തിന് സമീപമുള്ള ഗ്രോബെഡിൽ കുക്കുംബർ, മത്തൻ, കുമ്പളം, പാവയ്ക്ക, പടവലം, പീച്ചിൽ, പയർ, കാന്താരിമുളക്, തക്കാളി, അമരപ്പയർ എന്നിവയും ഇടവിളയായി മഞ്ഞളും സമൃദ്ധമായി വളരുന്നു. ടെറസിന് മുകളിലെ ടാങ്കിലും അക്വാപോണിക്സ് കൃഷിരീതിയിൽ പച്ചക്കറിയും മത്സ്യവും മനാഫ് വളർത്തുന്നുണ്ട്. അക്വാപോണിക്സ് കൃഷിരീതിക്ക് പുറമെ പൈപ്പിലൂടെ വെള്ളം കടത്തിവിട്ട് തിരുനന രീതിയിലുള്ള കൃഷിരീതിയും മനാഫ് നടത്തിവരുന്നു. മത്സ്യങ്ങൾക്ക് നൽകുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും അവയുടെ വിസർജ്യങ്ങളും കുളത്തിന് സമീപമുള്ള ഗ്രോബെഡിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഗ്രോബെഡ് ഉപകാരികളായ ബാക്ടീരിയകളാലും മണ്ണിരകളാലും സമ്പുഷ്ടമായിരിക്കും. ഈ ബാക്ടീരിയകൾ മത്സ്യത്തിന്റെ അവശിഷ്ടത്തിലെ അമോണിയയെ ആദ്യം നൈട്രേറ്റായും പിന്നീട് നൈട്രേറ്റായും വിഘടിപ്പിക്കുന്നു. ഇങ്ങനെ മത്സ്യങ്ങളുടെ അവശിഷ്ടം സസ്യങ്ങൾക്ക് വേണ്ട നല്ല ഭക്ഷണമായി മാറുന്നു. മണ്ണില്ല കൃഷിരീതി ആയതിനാൽ ഗ്രോബെഡിൽ ഗ്രാവൽ പ്രതലമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മനാഫ് പറയുന്നു.